വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന വിതരണം നിയന്ത്രിക്കുന്ന ഫ്യൂവൽ സ്വിച്ചുകൾ ഓഫാക്കിയതാണ് അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാനം തകർന്നു വീഴാൻ കാരണമെന്നാണ് അന്വേഷണ റിപ്പോർട്ട്. സ്വിച്ച് ആരെങ്കിലും മനഃപൂർവ്വം ഓഫാക്കിയതാണോ എന്നതും അന്വേഷണ പരിധിയിൽ വരും. ഇതിനുള്ള സാധ്യത കുറവാണ് എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ പൈലറ്റ് മനഃപൂർവ്വം വിമാനം അപകടത്തിൽപ്പെടുത്തിയതാകാമെന്ന അതീവ ഗുരുതരമായ ആരോപണവുമായി വ്യോമയാന വിദഗ്ധൻ ക്യാപ്റ്റൻ മോഹൻ രംഗനാഥൻ രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രമുഖ വ്യോമയാന വിദഗ്ധരിൽ ഒരാളാണ് അദ്ദേഹം. എയർ ഇന്ത്യ വിമാനാപകടം മനഃപൂർവ്വമായ മനുഷ്യപ്രവർത്തനത്തിന്റെ ഫലമായിരിക്കാമെന്നാണ് NDTVക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇന്ധന കട്ട് ഓഫ് സ്വിച്ചുകളുടെയും കോക്പിറ്റ് ഓഡിയോയുടെയും ക്രമം ചൂണ്ടിക്കാണിച്ച അദ്ദേഹം കോക്പിറ്റിൽ മനഃപൂർവ്വം നടത്തിയ പ്രവർത്തനങ്ങളിൽ നിന്നാണ് അപകടം ഉണ്ടായത് എന്ന് ചൂണ്ടിക്കാട്ടുന്നു. ആത്മഹത്യ പോലും ഇക്കാര്യത്തിൽ സംശയിക്കാമെന്നാണ് മോഹൻ രംഗനാഥൻ പറയുന്നത്. പൈലറ്റുമാരിൽ ഒരാൾ മനഃപൂർവ്വം ഇന്ധന സ്വിച്ച് ഓഫ് ചെയ്തതായിരിക്കുമോ എന്ന ചോദ്യത്തിന് അങ്ങനെ സംഭവിക്കാനേ തരമുള്ളൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അത് സ്വമേധയാ ചെയ്തതായിരിക്കണം. ഇന്ധന സെലക്ടറുകൾ സ്ലൈഡിംഗ് തരത്തിൽ ഉള്ളതല്ലാത്തതിനാൽ ഓട്ടോമാറ്റിക്കായോ അല്ലെങ്കിൽ വൈദ്യുതി തകരാർ മൂലമോ എഞ്ചിനിലേക്കുള്ള ഇന്ധനത്തിന്റെ ഒഴുക്ക് നിലയ്ക്കില്ല. ഒരു പ്രത്യേക സ്ലോട്ടിൽ തുടരുന്ന തരത്തിലാണ് ഇന്ധന സ്ലിപ്പുകളുടെ രൂപകൽപ്പന. സ്വിച്ച് വലിച്ചുയർത്തി വേണം അവ മുകളിലേക്കോ താഴേക്കോ നീക്കാൻ. അതിനാൽ തന്നെ അബദ്ധവശാൽ അവയെ ഓഫ് പൊസിഷനിലേക്ക് മാറ്റാനുള്ള സാധ്യതയില്ല. മാനുവലായി മനഃപൂർവ്വം ഓഫാക്കിയതാണ് എന്നാണ് മോഹൻ രംഗനാഥൻ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് പുറത്തുവന്ന അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ ടേക്ക് ഓഫ് ചെയ്ത് സെക്കൻഡുകൾക്കകം വിമാനത്തിന്റെ 2 എഞ്ചിനുകളുടെയും പ്രവർത്തനം നിലച്ചതാണ് അപകടത്തിന് കാരണമായത് എന്നും ഇതിനിടയാക്കിയത് എഞ്ചിനുകളിലേക്ക് ഇന്ധനം നൽകുന്ന സ്വിച്ചുകൾ ഓഫായിരുന്നതിനാലാണ് എന്നുമുള്ള കണ്ടെത്തലാണ് ഉള്ളത്. അഹമ്മദാബാദ് വിമാന ദുരന്തം നടന്ന് 1 മാസമാകുന്ന ദിവസമാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഇത് സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവിട്ടത്. ടേക്ക് ഓഫിന് മുൻപ് 2 എഞ്ചിനുകളും ശരിയായി പ്രവർത്തിച്ചിരുന്നു. എഞ്ചിനിലേക്ക് ഇന്ധനം നൽകുന്ന 2 സ്വിച്ചുകളുണ്ട്. മാനുവലായി പ്രവർത്തിപ്പിച്ചാലേ ഇവ റൺ പൊസിഷനിൽ നിന്ന് ഓഫ് പൊസിഷനിലേക്ക് പോകുകയുള്ളൂ. ഇടതുവശത്താണ് 1ാമത്തെ എഞ്ചിനിലേക്കുള്ള ഇന്ധന സ്വിച്ച്, വലതുവശത്ത് 2ാമത്തെ എഞ്ചിന്റെ സ്വിച്ച്. സ്വിച്ചുകൾ ഓഫാക്കിയതോടെ വിമാനത്തിന് മുന്നോട്ടു പോകാനുള്ള കുതിപ്പ് നഷ്ടപ്പെട്ടു. ഇന്ധന സ്വിച്ചുകൾ ഓഫ് ചെയ്യാനുള്ള കാരണങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. മനഃപൂർവ്വം സ്വിച്ചുകൾ ഓഫ് ചെയ്തതാണോ? മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ? ഇതെല്ലാം വിശദമായ അന്വേഷണത്തിലൂടെയേ ഇനി വ്യക്തമാകൂ. 2ാമത്തെ പൈലറ്റ് അറിയാതെയാണ് സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നത് എന്ന് പൈലറ്റുമാരുടെ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാണ് എന്ന് വിദഗ്ധർ പറയുന്നു. പൈലറ്റുമാർ 2 പേരും പരിചയസമ്പന്നരായിരുന്നു. ഇന്ധന സ്വിച്ചിന്റെ ലോക്ക് ഉയർത്താതെ ഓഫ് ചെയ്യാനാകില്ല. ഇതോടെ മാനുഷിക പിഴവാണ് വിമാന ദുരന്തത്തിന് ഇടയാക്കിയത് എന്ന അനുമാനത്തിലാണ് വിദഗ്ധർ. 600 അടി ഉയരത്തിലെത്തിയപ്പോഴാണ് വിമാനത്തിന്റെ എഞ്ചിനുകൾ പ്രവർത്തിക്കുന്നില്ല എന്ന് ബോധ്യമാകുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ എഞ്ചിനിലേക്ക് ഇന്ധനം നൽകുന്ന സ്വിച്ചുകൾ പെട്ടെന്ന് ഓഫാക്കുകയും ഓണാക്കുകയുമാണ് സാധാരണ ചെയ്യുക. എന്നാൽ വിമാനം 600 അടി ഉയരത്തിലെത്തിയ സമയത്ത് ഈ സ്വിച്ചുകൾ കട്ട് ഓഫ് പൊസിഷനിൽ ആയിരുന്നുവെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. ഇതാരാണ് ഓഫ് ചെയ്തത് എന്ന് പൈലറ്റുമാർ പരസ്പരം ചോദിക്കുന്നത് വിമാനത്തിൽ നിന്ന് കണ്ടെടുത്ത കോക്പിറ്റ് വോയിസ് റെക്കോർഡിൽ നിന്ന് വ്യക്തമായി. ആരാണ് ഇത് ഓഫ് ചെയ്തത് എന്ന് ഒരു പൈലറ്റ് ചോദിക്കുന്നതും താനല്ല അത് ചെയ്തത് എന്ന് അടുത്ത പൈലറ്റ് മറുപടി നൽകുന്നതും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചോദ്യം ചോദിക്കുന്ന പൈലറ്റും മറുപടി നൽകുന്ന പൈലറ്റും ആരൊക്കെയാണ് എന്ന് വ്യക്തമായിട്ടില്ല. സ്വിച്ചുകൾ ഓഫായിരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റിയതായും അന്വേഷണത്തിൽ വ്യക്തമായി. ഒരു എഞ്ചിൻ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു. 4 സെക്കൻഡുകൾക്ക് ശേഷം 2ാമത്തെ സ്വിച്ചും ഓണായി. എന്നാൽ എഞ്ചിനുകൾ അപ്പോഴേക്കും ഓഫാകുകയും തിരികെ പ്രവർത്തിച്ചു തുടങ്ങുന്നതിന് മുൻപ് തന്നെ വിമാനം തകർന്നു വീഴുകയുമായിരുന്നു. വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് സഹപൈലറ്റാണ് വിമാനം നിയന്ത്രിച്ചിരുന്നത് എന്ന് വ്യക്തമായിട്ടുണ്ട്. അപകടത്തിൽപ്പെടുന്ന സമയത്ത് വിമാനത്തിലെ ടാം എയർ ടർബൈൻ അഥവാ റാറ്റ് പ്രവർത്തിച്ചിരുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വിമാനത്തിലെ വൈദ്യുതി ഹൈഡ്രോളിക് സംവിധാനങ്ങൾ നിശ്ചലമാകുന്ന സാഹചര്യത്തിലാണ് റാറ്റ് പ്രവർത്തിക്കുക. വിമാനത്തിൽ പക്ഷി ഇടിച്ചിട്ടില്ല എന്നും വിമാനത്താവളത്തിന്റെ മതിൽ കടന്നതിന് പിന്നാലെ നിയന്ത്രണം നഷ്ടമായി എന്നും റിപ്പോർട്ടിലുണ്ട്. നിലവിൽ വിമാനത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ബോയിങ്ങിൽ നിന്നും വിവരങ്ങൾ തേടേണ്ട ആവശ്യമില്ല എന്നും അന്വേഷണ ഏജൻസി വ്യക്തമാക്കുന്നു. വിമാനത്തിന് മറ്റ് തകരാറുകൾ ഒന്നും ഉണ്ടായിട്ടില്ല. കാലാവസ്ഥ അനുകൂലമായിരുന്നു. വിമാനത്തിന്റെ ചിറകുകളിലെ ഫ്ലാപ്പുകൾ ക്രമീകരിച്ചിരുന്നത് സാധാരണ നിലയിലായിരുന്നു.
വിമാനം 32 സെക്കൻഡ് മാത്രമാണ് പറന്നത്. വിമാനത്താവളത്തിന് സമീപമുള്ള BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ തകർന്നു വീഴും മുൻപ് 0.9 നോട്ടിക്കൽ മൈൽ ദൂരം മാത്രമാണ് വിമാനം സഞ്ചരിച്ചത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഉച്ചയ്ക്ക് 1:39 അപകടം. വിമാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ത്രസ്റ്റ് ലിവറുകൾ സാധാരണ നിലയിലായിരുന്നു. ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങൾ അനുസരിച്ച് അപകടമുണ്ടാകുന്നതുവരെ അവ ഫോർവേഡ് പൊസിഷനിലായിരുന്നു. 2 ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചുകളും റൺ പൊസിഷനിലായിരുന്നു. അട്ടിമറിയുടെ തെളിവുകൾ ഒന്നുമില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപകടത്തിന്റെ കൃത്യമായ വിവരങ്ങൾ അറിയാൻ വിശദമായ അന്വേഷണം വേണമെന്ന് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ റിപ്പോർട്ടിൽ പ്രത്യേകം നിർദ്ദേശിക്കുന്നുണ്ട്. എന്തിനാണ് എഞ്ചിനിലെ ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫാക്കിയത്? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് രണ്ടാമത്തെ പൈലറ്റ് പറയുന്നു. ഈ സംഭാഷണങ്ങളെ കേന്ദ്രീകരിച്ചാകും പ്രധാനമായും ഇനി അന്വേഷണം നടക്കുക. അപകട സൂചന നൽകാതെ പറന്നുയർന്ന വിമാനത്തിന്റെ സ്വിച്ചുകൾ എന്തുകൊണ്ട് ഓഫ് ചെയ്തു എന്നതിന്റെ ഉത്തരം ഇനി നിർണായകമാകും. അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് ജൂൺ 12 ഉച്ചയ്ക്ക് 1:38 പറന്നുയർന്ന് മിനിറ്റുകൾക്കുള്ളിലാണ് എയർ ഇന്ത്യ 171 ബോയിങ് 7878 ഡ്രീം ലൈനർ സമീപത്തെ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി ഹോസ്റ്റലിന് മേൽ തകർന്നു വീണത്. അപകടത്തിൽ 260 പേർ മരിച്ചിരുന്നു. ഒരാൾ മാത്രമാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അപകടം നടന്ന പിറ്റേ ദിവസം തന്നെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ സമിതി രൂപീകരിക്കുകയും 4 സംഘം അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഈ അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപകട സമയത്തെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് പക്ഷിയിടിച്ചതിന്റെ സൂചനകൾ ഒന്നും ലഭിച്ചിട്ടില്ല എന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. 5 കെട്ടിടങ്ങൾ അപകടത്തിൽ തകർന്നു. കെട്ടിടങ്ങളിൽ ഇടിച്ചതിന്റെയും തുടർന്ന് ഇന്ധനം കത്തിയതിന്റെയും ഫലമായാണ് വിമാനം പൂർണ്ണമായും കത്തി നശിച്ചത് എന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. വിമാനത്തിൽ ഇന്ധനം നിറച്ച ടാങ്കിൽ നിന്നുള്ള സാമ്പിളുകളുടെ ഫലം തൃപ്തികരമാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിമാനത്തിൽ ഉണ്ടായിരുന്ന പൈലറ്റുമാരും ജീവനക്കാരും ഫിറ്റ്നസ് പുലർത്തിയിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ 15 പേജുള്ള റിപ്പോർട്ടാണ് പുറത്തുവന്നത്. ദുരന്തത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും തകർന്നു വീണ മേഖലയിലെ പ്രവർത്തനങ്ങളുമൊക്കെ അടങ്ങുന്നതാണ് ഈ റിപ്പോർട്ട്. ബോയിങ് 787 വിമാന ഓപ്പറേറ്റർമാർക്കെതിരെ നടപടിയെടുക്കാൻ ശുപാർശ ചെയ്തിട്ടില്ല എന്നും AAIB വ്യക്തമാക്കുന്നു. ബ്ലാക്ക് ബോക്സിൽ നിന്നടക്കം വീണ്ടെടുത്ത വിവരങ്ങൾ ക്രോഡീകരിച്ച് തയ്യാറാക്കിയതാണ് ഈ റിപ്പോർട്ട്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയ്ക്ക് പുറമെ അമേരിക്കയുടെ നാഷണൽ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബോർഡ്, UK ഏജൻസി അടക്കമുള്ളവർ അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു. അട്ടിമറി അടക്കം എല്ലാ വശവും സമഗ്രമായി അന്വേഷിക്കുമെന്ന് വ്യോമയാന മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയതാണ്. സംഭവസ്ഥലത്തെ തെളിവുകളും വിമാനത്താവള ജീവനക്കാരുടെയും രക്ഷപ്പെട്ട യാത്രക്കാരന്റെയും ഉൾപ്പെടെ മൊഴികളും ഇവർ വിലയിരുത്തിയിരുന്നു. ദുരന്ത കാരണം സാങ്കേതികമാണോ എന്നറിയാൻ സിമുലേറ്റർ ടെസ്റ്റും നടത്തി. കോക്പിറ്റ് മാതൃക കൃത്രിമമായി പുനഃസൃഷ്ടിച്ച് അപകടത്തിന് തൊട്ടു മുൻപുള്ള പൈലറ്റിന്റെയും വിമാനത്തിന്റെയും ചലനങ്ങൾ കമ്പ്യൂട്ടർ സഹായത്തോടെ തയ്യാറാക്കി പരീക്ഷണം നടത്തുകയും ചെയ്തു. ഇതിൽ നിന്നെല്ലാം ഉരുത്തിരിഞ്ഞ നിഗമനങ്ങളാണ് റിപ്പോർട്ടിൽ ഉള്ളത് എന്നാണ് വിവരം. അഹമ്മദാബാദ് വിമാന ദുരന്തം സംബന്ധിച്ച് സുപ്രധാന കണ്ടെത്തലുകൾ അടങ്ങിയ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഇതിൽ എയർ ഇന്ത്യയും ബോയിങ് കമ്പനിയും പ്രതികരണമായി രംഗത്തെത്തിയിട്ടുണ്ട്. തുടർന്നും അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് എയർ ഇന്ത്യ, ബോയിങ് കമ്പനികൾ അറിയിച്ചു. അന്വേഷണം നടക്കുന്നതിനാൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടാനാകില്ല എന്നാണ് എയർ ഇന്ത്യ പ്രസ്താവനയിൽ പറയുന്നത്. ദുരന്തത്തിൽപ്പെട്ടവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒപ്പമാണ് എയർ ഇന്ത്യ. ഈ ദുഷ്കരമായ സമയത്ത് അവർക്ക് എല്ലാ പിന്തുണയും നൽകാൻ എയർ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചു. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കും. അന്വേഷണം തുടരുന്നതിനാൽ ഇപ്പോൾ ലഭിച്ച വിവരങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാൻ കഴിയില്ല. ഇതാണ് എയർ ഇന്ത്യ പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നത്. അന്വേഷണവുമായി തുടർന്നും സഹകരിക്കുമെന്ന് ബോയിങ് കമ്പനി പ്രസിഡന്റും സിഇഒയുമായ കെല്ലി ഓർട്ടർഗും പ്രതികരിച്ചിട്ടുണ്ട്.